ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മൾ കരിമഷി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ആക്ച്വലി ഈ കാജൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔഷധ ഗുണങ്ങളുള്ള പച്ചിലകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് വന്നിട്ട് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണ തുളസി, രാമതുളസി, പ്ലസ് നമുക്ക് വന്നിട്ട് കറ്റാർ വാഴ, വെറ്റല, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ണിന് വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് വന്നിട്ട് കണ്ണിലുള്ള ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എല്ലാം ഉണ്ട്. ഈ ഈ ഔഷധങ്ങളൊക്കെ നമുക്ക് കണ്ണിന് വളരെ നല്ലതാണ്. ലൈക്ക് നമുക്ക് കണ്ണിനൊന്നും ഇൻഫെക്ഷൻ വരാതിരിക്കാനും അതുപോലെ തന്നെ നമുക്കൊന്ന് ഐബ്രോസ് ഒക്കെ നല്ല ഗ്രോത്ത് ആവാനൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈ കറ്റാർ വാഴയുടെ ഈ പച്ച കളറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ വൈറ്റ് കളർ ജെല്ല് മാത്രം എടുക്കണം. അതുപോലെ തന്നെ ഈ കറ്റാർ വാഴയും പ്ലസ് ഈ പച്ചില ഐറ്റങ്ങളൊക്കെ കൂടി നല്ലോണം അരച്ചെടുക്കണം. അരച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം. വെള്ളം നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കരിമഷി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വൈറ്റ് കളർ കാട്ടൻ തുണി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ലൈറ്റായിട്ട് അത് ഉണക്കിയെടുത്തിട്ട് പിന്നെയും ഡിപ്പ് ചെയ്യണം. സോ അങ്ങനെ ആവുമ്പം ഈ ഔഷധങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് ഈ വൈറ്റ് കളർ കോട്ടണിലാവും. നമുക്ക് വന്നിട്ട് ഈ തിരിയായിട്ട് ഉപയോഗിക്കാൻ പോണത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചു. ബാലൻസ് ഇരിക്കുന്നത് നമുക്ക് ഈ എണ്ണ കാച്ചാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കരിമഷി ഉണ്ടാക്കാനായിട്ട് ഈ തിരിയിൽ എണ്ണ ഒഴിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഉള്ളത് എടുത്തിട്ടുണ്ട്. സോ ഈ ഔഷധം നല്ലോണം വറ്റിയെടുക്കണം. വറ്റിയതിന് ശേഷം, അതായത് ഈ പച്ചില മരുന്നുകളൊക്കെ നമുക്ക് വന്നിട്ട് കുറച്ച് ഈ കുറച്ച് നല്ല വറ്റിയതിന് ശേഷം നമുക്ക് വന്നിട്ട് ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നോർമലായിട്ട് നമുക്ക് ഈ ഹെയർ ഓയിലൊക്കെ എങ്ങനെയാണ് കാച്ചുന്നത്, ഈ പച്ചില ഐറ്റങ്ങളൊക്കെ ഒഴിച്ചിട്ട് അത് കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കരിമഷിക്കുള്ള എണ്ണയും തയ്യാറാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ലെണ്ണയും ഗീയുമാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയും ഗീയും എടുത്തിട്ട് നല്ലോണം നമുക്ക് വന്നിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ പച്ചിലയുടെ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ പോയിട്ട് നല്ല എണ്ണ നമുക്ക് വന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാനിപ്പോൾ നാട്ടിലാണ് പച്ചില ഐറ്റങ്ങളൊക്കെ ഉള്ളത്. സോ അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ ഈ പച്ചില ഐറ്റങ്ങളൊക്കെ കണ്ടോ, എണ്ണ നമുക്കതിൽ ഗീ അടിയിൽ തങ്ങിയിട്ടുണ്ട്. സോ ഈ പച്ചില ഐറ്റങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് എണ്ണ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണ്. ബാക്കി ഞാൻ ചെന്നൈയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ കാജൽ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വർക്ക് സാധനങ്ങളൊക്കെ ലൈക്ക് ചെറിയ കണ്ടെയ്നറും മറ്റുമൊക്കെ നമുക്ക് വന്നിട്ട് അവിടെയാണ്. സോ അതുകൊണ്ട് എണ്ണ മാത്രം ഞാൻ ഇവിടെ നിന്ന് റെഡി ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട്. സോ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നല്ല മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഗീ ഒക്കെ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് താഴെ പടിഞ്ഞിട്ടുണ്ട് ബോട്ടിലിൽ. സോ ഇതോടെ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഉണക്കിയെടുത്തിട്ടുള്ള ഈ കോട്ടനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു 4-5 പ്രാവശ്യം ഞാൻ ഡിപ്പ് ചെയ്ത് എടുത്തതാണ്. ഇതിൽ നമുക്ക് വന്നിട്ട് കണ്ടാലറിയാം, ഞാൻ വൈറ്റ് കളർ കോട്ടൺ ആയിരുന്നു. ഇപ്പം നമുക്കൊരുമാതിരി ലൈറ്റ് ഗ്രീനിഷ് കളറായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ പച്ചില ഐറ്റങ്ങളുടെ ഈ പച്ചില ഐറ്റങ്ങളുടെ ചാറൊക്കെ പിടിച്ചതാണ് ഈ കളർ മാറിയത്. ഇപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് തിരി ഉണ്ടാക്കാനുള്ളത്. തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിഴി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കിഴിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ട് ഓമമും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ബാദാം, ഈ രണ്ടും നമുക്ക് വന്നിട്ട് കണ്ണിന് നല്ലതാണ്. ഈ ബാദാം വന്നിട്ട് നമുക്ക് വന്നിട്ട് നല്ല ഡാർക്ക് കറുപ്പ് കളർ കൊടുക്കാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഈ കണ്ണിനകത്ത് എഴുതിയാലും ശരി, അതുപോലെ തന്നെ നമുക്ക് കണ്ണിനകത്ത് എഴുതുമ്പോൾ ഐലാഷസ് ഒക്കെ നല്ല വളരാനും, അതുപോലെ തന്നെ ഐബ്രോസിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഐബ്രോസൊക്കെ നല്ല തിക്ക് ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് വരാനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓമവും ബാദാമും ചേർത്തിട്ട് ഒരു കിഴി പോലെ കെട്ടിക്കൊടുക്കാം. സോ ഞാനിപ്പോൾ 2 കിഴി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുമ്പ് ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാത്രം, അതിലാണ് നമ്മൾ വെക്കുന്നത്. വെച്ചിട്ട് നമുക്ക് മുകളിലൊരു പാത്രം കമത്തി കൊടുക്കാം. ആ പാത്രത്തിലാണ് നമ്മൾ കരിയൊക്കെ പടിയണത്. സോ ഇത് വിട്ടിട്ട് നമുക്കൊരു 4-5 hours അങ്ങനെ തന്നെ വിടാം.
വീട്ടിനകത്താണെങ്കിൽ നല്ല പുക പടരും. അതുകൊണ്ട് ഒരു എവിടെയെങ്കിലും വെളിയിൽ സൈഡിൽ ഒതുങ്ങിയ ഒരിടത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. സോ വെച്ചിട്ട് ഒരു 5 hours ഒക്കെ കഴിയുമ്പോൾ നല്ലോണം നമുക്ക് ഇങ്ങനെ കരി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വന്നിട്ട് ഒരു നല്ല മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യണം. നമ്മൾ ഒരു 5-6 hours നമുക്ക് വെക്കുമ്പോഴാണ് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കരി കിട്ടണത്. സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നമുക്ക് കരിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓയിൽ എല്ലാം റെഡിയാണ്. ഇപ്പം നമുക്ക് ഈ കാജൽ മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. ഇപ്പം നമുക്ക് എല്ലാ ഐറ്റങ്ങളും റെഡിയാണ്. ഇപ്പം ഓയിൽ എടുക്കാം. ഓയിൽ നമുക്ക് ആൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഓയിൽ, അത് തന്നെ നമുക്ക് എടുക്കാം. സോ അതിൽ നമുക്ക് കുറച്ച് മാത്രം ബീസ് വാക്സ് ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ ചേർക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് സ്മച്ച് പ്രൂഫായിട്ട് കിട്ടും. ഞാൻ പക്ഷേ ഇതിൽ വന്നിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ കണക്കിനാണ് നമുക്ക് ചെയ്യുന്നത്. അവർക്കൊക്കെ ഈ പിരികത്തൊക്കെ കരി വരഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പൊട്ടിടാനും ഒക്കെ ഇത് യൂസ് ആവും. ഈ പിരിയത്തൊക്കെ നമുക്കിങ്ങനെ ഈ കരി വെച്ച് വരഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൈ ബ്രോസ് നല്ല തിക്കായിട്ട് നല്ല ഡാർക്കായിട്ട് വളരും. സോ അതുകൊണ്ട് ഞാൻ ബട്ട് നമുക്ക് വന്നിട്ട് സ്മച്ച് പ്രൂഫ് ആയിരിക്കില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ബീസ് വാക്സ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വന്നിട്ട് കരിയും കൂടി ചേർക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് വന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കരി നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ കയ്യിൽ അപ്പോഴപ്പോഴായിട്ട് എടുത്ത് നോക്കുകയാണ്. നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിൽ നമുക്ക് വന്നിട്ട് ഒഴിച്ച് വെക്കാം. ഞാൻ കണ്ടെയ്നറിൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. പേപ്പർ ഇട്ടിട്ടെടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ടേബിളിലും കാര്യങ്ങളൊന്നും ആവില്ല. അതുകൊണ്ട് സോ നമുക്ക് ഈ പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിങ്ങനെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് വന്നിട്ട് കാജൽ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്കിതിൽ ഒരു വിധത്തിലുള്ള ഒരു കെമിക്കൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ലൈക്ക് എല്ലാം നമുക്ക് ഈ പച്ചിലക്കൂട്ടങ്ങൾ വെച്ചിട്ട് റെഡിയാക്കിയതാണ്. ഇതിൽ ഞാൻ കുറച്ച് ബീസ് വാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബീസ് വാക്സും നമുക്ക് നല്ലതാണ്. അത് അത്രയ്ക്കൊന്നും കെമിക്കലല്ല. ലിപ് ബാമിലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, അതാണ്. സോ ഇതിൽ നമുക്ക് വന്നിട്ട് വേറെ ഒരു തരത്തിൽ നമ്മൾ വേറെ ഒരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ പ്രിപ്പറേഷൻ പ്രോസസ്സൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് ലേബിളൊക്കെ ഒട്ടിക്കാം. ലേബിളൊക്കെ ഒട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഇത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.